ഹായ് ഓൾ, വെൽക്കം ടു സ്കോളേഴ്സ് കോഡ്. സ്കോളേഴ്സ് കോഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. കെമിക്കൽ ബോണ്ടിംഗ് മറ്റേത് ടോപ്പിക്കുകളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലെ ബേസിക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ 2011 തൊട്ട് 2025, അതായത് ഫെബ്രുവരിയിൽ നടന്ന എക്സാം വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരേ പാറ്റേണിലുള്ളതും അല്ലാത്തതും എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ജൂൺ 2011 ചോദിച്ചതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമംഗ് SF4, BF4 മൈനസ്, XCF4 and ICl4 minus, the number of species having two lone pair of electrons on the central atom according to VSEPR theory is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ എത്ര ആറ്റംസിന്, എത്ര മോളിക്യൂൾസിന് രണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് SF4ൻ്റെ നോക്കാം. SF4 ഓക്കെ. SF4ൽ ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ട് വരുന്നത് ഏതാണോ അതാണ് നമ്മുടെ സെൻട്രൽ ആറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ ലെസ് ഇലക്ട്രോനെഗറ്റീവ് സൾഫറാണ്. അപ്പോൾ സൾഫറിന് ചുറ്റിനുമാണല്ലോ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ സൾഫർ ആദ്യം നമ്മൾ എഴുതി. സൾഫറിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സൾഫർ ഓക്സിജൻ്റെ പോലെയാണ്. അപ്പോൾ 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ. അപ്പം നമ്മളിത് കറക്റ്റ് ജോമെട്രിയോ ഷേപ്പ് വരയ്ക്കുന്നില്ല. അതിന് മുമ്പേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഡിയ അറിയാൻ വേണ്ടി, ലോൺ പെയർ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു ലോൺ പെയർ ഒരു ഫ്ലൂറിനെടുത്തു, വേറെ ലോൺ പെയർ അല്ല, ഒരു ഇലക്ട്രോൺ ഫ്ലൂറിനെടുത്തു, വേറെ ഇലക്ട്രോൺ, അങ്ങനെ ഇത്രോ അല്ലേ. അപ്പോൾ SF4 ആയില്ലേ. അപ്പോൾ ഇതിന് എത്ര ലോൺ പെയർ ബാക്കിയുണ്ട്? ഇതിന് ഒരു ലോൺ പെയറേ ബാക്കിയുള്ളൂ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് BF4 മൈനസ്. അപ്പോൾ BF4 മൈനസ് ആണെങ്കിൽ ബോറോണിന് ചുറ്റിനും വാലൻസ് ഇലക്ട്രോൺ 3 എണ്ണാണുള്ളത്. ഓക്കെ. ആൻഡ് എക്സ്ട്രാ ഒരു ഇലക്ട്രോണും കൂടി അവർ തന്നിട്ടുണ്ട്, മൈനസ് അല്ലേ, തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ഫ്ലൂറിൻ, ഇത് വേറെ ഫ്ലൂറിൻ, ഇത് വേറെ ഫ്ലൂറിൻ, ഇത് വേറെ ഫ്ലൂറിൻ എടുത്താൽ, ഇത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഇങ്ങനെ അല്ലല്ലോ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ നമ്മൾ നേരിട്ടുള്ള ബോണ്ടല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കൂ, ഇതിൽ ലോൺ പെയർ ഉണ്ടോ? ഇല്ല. ഇതിൽ ലോൺ പെയർ ഇസ് നോട്ട് പ്രസൻറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതിന് ലോൺ പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ. അടുത്തത് നമുക്ക് XCF4 അല്ലേ. അപ്പോൾ സിനോൺ എന്ന് പറയുന്നത് നമ്മുടെ നോബിൾ ഗ്യാസ് പോലെയാണ്. നോബിൾ ഗ്യാസിൽ എന്താണുള്ളത്? ഫിൽഡ് ആയിട്ടുള്ള ഒക്ടറ്റ് അല്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ. നമുക്ക് എത്ര ഫ്ലൂറിനാറ്റം ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ അതേ ബാക്കിയായിട്ട് ഒരു ലോൺ പെയർ, 2 ലോൺ പെയർ. അപ്പോൾ ഇവിടെ 2 ലോൺ പെയർ ആണുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് ICl4 മൈനസ്. അപ്പോൾ അതുപോലെ തന്നെ അയഡിൻ നമ്മൾ വരച്ചു. അയഡിനാണെങ്കിൽ ഹാലജൻ ഗ്രൂപ്പാണ്, അതിന് 7 വാലൻസ് ഇലക്ട്രോൺ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ മൈനസ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, ഒരു ഇലക്ട്രോണും കൂടി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എക്സ്ട്രാ 7 ഉള്ളൂ, ഒരു എക്സ്ട്രാ വാലൻസ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വന്നതിൻ്റെ ഇലക്ട്രോണാണ്. ഓക്കെ. അപ്പോൾ ബാക്കി എത്ര Cl? ഒരു Cl, 2 Cl, 3 Cl, 4 Cl. അപ്പോൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ലോൺ പെയറും രണ്ടാമത്തെ പെയർ ഓഫ് ലോൺ പെയറും, മൊത്തം 2 ലോൺ പെയർസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ 2 ലോൺ പെയർസ് ഉള്ളത് XCF4നും ഉണ്ട്, ICl4 മൈനസിനും ഉണ്ട് അല്ലേ, 2 എണ്ണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ദെയർ ആർ 2 നമ്പർ ഓഫ് സ്പീഷീസ് ഹാവിങ് എന്താണ്, ലോൺ പെയർസ്. അപ്പോൾ അത് ഏതൊക്കെയാണ്? XCF4ഉം അതുപോലെ തന്നെ ICl4. അപ്പോൾ നമ്മുടെ ആൻസർ 1, ദാറ്റ് ഇസ് 2. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ ജൂൺ 2012 അതിൽ ചോദിച്ചിരിക്കുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ I3 സ്പീഷീസ്. അപ്പോൾ I3 സ്പീഷീസ് എന്ന് പറയുമ്പോൾ I3 സ്പീഷീസ് നമുക്ക് ഇങ്ങനെ ഒരു ലീനിയർ മോളിക്യൂളാണ്. ഓക്കെ, അത് ഇങ്ങനെ വരയ്ക്കാൻ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ബോത്ത് ആർ സെയിം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കി. ഇതിലാണെങ്കിൽ 1 2 3 4 5 6 7. ഓക്കെ, ഇതിൻ്റെ അയഡിൻ്റെ ചുറ്റിനും 7 അല്ലേ ഉള്ളൂ. ഇതിൻ്റെ ആണെങ്കിൽ 1 2 3 4 5 6 7. ഇതിനാണെങ്കിൽ 1 2 3 4 5 6 7 ഇങ്ങനെ ആയിട്ടിരിക്കുവാണല്ലോ അല്ലേ. അപ്പോൾ ഈ അയോഡിൻ്റെ ചുറ്റിനും 1 2 3 4 5 6 7. അതിൻ്റെ കൂടെ നമുക്ക് എന്താണുള്ളത്? നമുക്ക് ഒരു മൈനസ് ചാർജും ഉണ്ട് അല്ലേ, I3 മൈനസ് അല്ലേ. അപ്പോൾ ആ എക്സ്ട്രാ ഇലക്ട്രോൺ വന്നിരിക്കുന്നത് ഈ അയോഡിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇത് എണ്ണിയാലോ? എത്രയുണ്ട്? ഇത് 1 2 3, ഇത് ബോണ്ടല്ലേ, 4 5 6 7 8 9. 9 എണ്ണമാണ് ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർസ് വന്നത്. വിത്ത് അഡീഷൻ ഓഫ് ദിസ്, ഈ മൈനസ് ചാർജിൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോണാണിത്. ആ ഇലക്ട്രോണും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർസ് വിൽ ആഡ് അപ്പ് ടു 9. ഓക്കെ, 9 ലോൺ പെയർസ് ഉണ്ട്. അപ്പോൾ ആൻസർ ഇസ് 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2012 തന്നെയാണ്. വിച്ച് വൺസ് among CO3 2- SO3 XCO3 and NO3- have planar structure എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സ്ട്രക്ചറിലേക്കും ജോമെട്രിയിലേക്കും, അതായത് ജോമെട്രി ഷേപ്പിലേക്ക് വരണേന്ന് നോക്കാം. ആദ്യം തന്നെ CO3 എടുക്കാം. CO3 2-. ഓക്കെ, ഇപ്പോൾ കാർബണിൻ്റെ ചുറ്റിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബണിൻ്റെ ചുറ്റിനും നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 4 ഇലക്ട്രോൺ അല്ലേ. ഓക്കെ, എക്സ്ട്രാ 2 ഇലക്ട്രോണും കൂടി വന്നിട്ടുണ്ട്. ഇത് ലോൺ പെയർ പോലെ വരയ്ക്കുവാണെങ്കിൽ എക്സ്ട്രാ ഒരു 2 ഇലക്ട്രോണും കൂടി വന്നിട്ടുണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, ഇത് ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, ഇതും ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും വിത്ത് ഓക്സിജൻ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇതാണ് സ്റ്റെറിക് നമ്പർ ദാറ്റ് ഇസ് SN എന്ന് പറയുന്നത്. ഇതുപോലെ എത്ര ലോൺ പെയറിനെ ഇതുപോലത്തെ എത്ര മീൻസ് പെയർ ഉപയോഗിച്ചിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരുന്നത്. ഒന്ന് എന്താ പറയുക, ഇപ്പോൾ സപ്പോസ് F ഇല്ലേ, അതിൻ്റെ സ്റ്റെറിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അതായത് എത്ര ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്? 1 2 3 4 അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ലോൺ പെയറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഒരു ബോണ്ടായിട്ട് കൺസിഡർ ചെയ്ത് അപ്പോൾ +1 5 എന്ന് വരും. ഓക്കെ, അപ്പം ഇങ്ങനെ ഇതിലാണെങ്കിൽ 1 2 3 ആണ് അതിൻ്റെ സ്റ്റെറിക് നമ്പർ. എത്ര മീൻസ് അതിനെ എങ്ങനെയാണ് ഇപ്പോൾ ആ ഇലക്ട്രോൺസ് ഫോം ചെയ്തിട്ട് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ എന്നല്ല, എത്ര ബോണ്ട് അത് ഫോം ചെയ്തു? 1 ബോണ്ട് 2 ബോണ്ട് 3 ബോണ്ട് ടു ആൻ ആറ്റം. അങ്ങനെ കൺസിഡർ ചെയ്താൽ ഇതിനെ ഒരു സിംഗിൾ ബോണ്ടായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പം 3 വരണയാണെങ്കിൽ അത് പ്ലേനാർ ആയിരിക്കും, ട്രയഗണൽ പ്ലേനാർ ആയിരിക്കും. ഓക്കെ, ആൻഡ് SN = 4 ആണെങ്കിൽ അത് ടെട്രാഹിഡ്രൽ ആയിരിക്കും. ഇത് ജോമെട്രീസിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്ത് ജോമെട്രിയാണ് ഒരു മോളിക്യൂൾ അച്ചീവ് ചെയ്യുന്നത്? വെൻ സ്റ്റെറിക് നമ്പർ ഇസ് 3, അത് ട്രൈഗണൽ പ്ലേനാർ. SN = 4 ടെട്രാഹിഡ്രൽ. SN = 5
ട്രൈഗണൽ ബൈ പിരമിഡൽ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി സ്ക്വയർ പിരമിഡൽ. ഓക്കെ, അത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇപ്പോൾ സേ ട്രയഗണൽ ഒരു പ്ലേനാർ അല്ലേ, ട്രയഗണൽ പ്ലേനാറാണ്. എസ് എൻ ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ അത് ടെട്രാഹിഡ്രൽ അറേഞ്ച്മെൻ്റ് ആണ്. എ ബി 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 ബോണ്ട് ഉണ്ട്, 4 ബോണ്ട് അല്ലേ, 1 2 3 4. ഇതാണെങ്കിൽ 1 2 3. ഇത് പ്ലേനാർ ആണെന്ന് കാണിച്ചതുകൊണ്ടാണ് കേട്ടോ ആ പുറത്തെ ബോണ്ട് കൂടി ബി ബി ബോണ്ട്സ്. അപ്പോൾ എസ് എൻ ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ അവിടെ 5 ബോണ്ട് ഉണ്ടാവും. അതിന് 2 കാറ്റഗറി 2 ടൈപ്പ് ഉണ്ട്, എ ബി 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 3 ബോണ്ട് ഇങ്ങനെ വരുന്നത്. സോ ലൈക്ക് എ ട്രയഗണൽ ആൻഡ് ബൈ പിരമിഡൽ, പൊക്കത്തേക്കും ഇങ്ങനെയും വരുന്നുണ്ടല്ലോ. അപ്പോൾ ട്രയഗണൽ ബൈ പിരമിഡൽ. അല്ലെങ്കിൽ അതിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സ്ക്വയർ അല്ലേ. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് എ സ്ക്വയർ പിരമിഡൽ. അതാണ് ഈ എസ് എൻ ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലും ആദ്യം തുടക്കമേ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് എസ് എൻ കണ്ടുപിടിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ ഈ കോമ്പൗണ്ട്സിലേക്ക് ഒന്നും കൂടി പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞനുസരിച്ചിട്ട് കാർബൺ CO3 2- എസ് എൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത് 3 ആണ്. 3 എന്ന് പറയുമ്പോൾ അത് പ്ലേനാർ, ദാറ്റ് ഇസ് ട്രയഗണൽ പ്ലേനാറോ എന്ന് പറയും. നമുക്ക് പ്ലേനാറാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് സി ഡബിൾ ബോണ്ടോ 2- എന്നാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. അടുത്തത് ഏതാണ്? SO3. സൾഫറിന് ചുറ്റിനും 1 2 3 4 5 6. അപ്പോൾ 1 ഓക്സിജൻ 2 ഓക്സിജൻ 3 ഓക്സിജൻ. അതിനും ഇതേ ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും, അതും പ്ലേനാറാണ്. ഓക്കെ, അടുത്തത് XeO3. Xe എന്ന് പറയുന്നത് എന്താണ്? 1 2 3 4 5 6 7 8 അല്ലേ. അപ്പോൾ 1 ഓക്സിജൻ 2 ഓക്സിജൻ 3 ഓക്സിജൻ. ഇതിൻ്റെ സ്റ്റെറിക് നമ്പർ ഈക്വൽ ടു 3 ആണ്. പക്ഷെ ഇതിൻ്റെ സ്റ്റെറിക് നമ്പർ എന്താണ്? ഇതിൻ്റെ സ്റ്റെറിക് നമ്പർ എന്ന് പറയുന്നത് ഇതിനെ 1 ആക്കി എടുത്തു. 1 2 3 ഇതും കൂടി ഉള്ളത് കൊണ്ട് 4 ആകുമ്പോൾ അത് ടെട്രാഹിഡ്രലാണ്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ലൈക്ക് ഇങ്ങനെയാണത് ഇരിക്കുന്നത്, ലോൺ പെയർ ഇങ്ങനെ. അപ്പോൾ അത് പ്ലേനാർ അല്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇത് നോക്കാം നമുക്ക്. പിന്നെ ഉള്ളത് ഏതാണ്? NO3 മൈനസ്. ഇപ്പം നൈട്രജന് ചുറ്റിനുമാണെങ്കിൽ 1 2 3 4 5 ഉള്ളത്. പക്ഷേ ഈ ഒരു നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രോണും കൂടി കൂടുമ്പോഴത്തേനും അത് 6 ആകും. അപ്പോൾ NOO അല്ലേ. SN is again 3. അപ്പോൾ അതും പ്ലേനാറാണ്. അതിൻ്റെ സ്ട്രക്ചർ ജനറലി നമ്മൾ വരയ്ക്കുന്നത് NOO എന്ന് പറഞ്ഞിട്ടാണ്. മൈനസ് ചാർജ്, ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ജനറലി വരയ്ക്കാറ്. അപ്പോൾ ഇതെന്താണ്? ഇതും പ്ലേനാർ സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ ഓപ്ഷൻ? XeO3 ഇല്ല. XeO3 ടെട്രാഹിഡ്രലാണ് അല്ലേ, ടെട്രാഹിഡ്രലാണ്, ബാക്കിയല്ല. അപ്പം നമ്മുടെ ഓപ്ഷൻ 4 ആണ് ആൻസർ അല്ലേ. XeO3 ഇല്ലാത്ത ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ സ്റ്റെറിക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയേണ്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അങ്ങോട്ടെല്ലാം നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്റ്റെറിക് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. സ്റ്റെറിക് നമ്പറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ജോമെട്രിയാണ്. ഈ ജോമെട്രിയാണ് നമ്മുടെ പ്ലേനാർ, ടെട്രാഹിഡ്രൽ അല്ലെങ്കിൽ
ട്രയഗണൽ പ്ലേനാർ, ടെട്രാഹിഡ്രൽ, അല്ലെങ്കിൽ ട്രയഗണൽ ബൈ പിരമിഡൽ, സ്ക്വയർ പിരമിഡൽ എന്നൊക്കെ പറയുന്നതൊക്കെ ജോമെട്രിയാണ്. ജോമെട്രി അല്ലാതെ ഇപ്പോൾ ജോമെട്രിയിൽ എന്ത് പറ്റും, ലോൺ പെയേഴ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്, ലോൺ പെയേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ചില സമയത്ത് ഷേപ്പ് ചോദിക്കും, എന്താണ് ആ മോളിക്യൂളിൻ്റെ ഷേപ്പിൽ നമ്മൾ ലോൺ പെയറിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇപ്പം ഷേപ്പൊക്കെ പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ലീനിയർ ഷേപ്പ് എന്നൊക്കെ പറയുന്നത്. ചിലത് അതുപോലത്തെയൊക്കെ ലീനിയർ ഷേപ്പ് എന്ന് പറയുന്നതിൽ നമ്മൾ അങ്ങനെയൊക്കെ കിട്ടുന്നത് നമ്മുടെ ഷേപ്പ് എന്ന് പറഞ്ഞ ഇതിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഷേപ്പിൽ നിന്ന് പറഞ്ഞ് കിട്ടുന്നതാണ് ലീനിയറും. ഓക്കെ, അത് ഓർത്തിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം, അക്കോർഡിംഗ് ടു VSEPR തിയറി, ദ ജോമെട്രി ദാറ്റ് ഈസ് വിത്ത് ലോൺ പെയർ, കണ്ടോ അവർ പറഞ്ഞിരിക്കുന്നത് വിത്ത് ലോൺ പെയർ അറൗണ്ട് ദ സെൻട്രൽ അയോഡിൻ ഇൻ I3+ ആൻഡ് I3- എന്താണെന്നും. അപ്പം നമുക്ക് ആദ്യം I3+ നോക്കാം. I3+ എന്ന് പറയുമ്പോൾ I3+ ചെയ്യണതിൻ്റെ മുമ്പ് നമുക്ക് I3- ചെയ്യാം. I3- തൊട്ടും മുമ്പ് നമ്മൾ ചെയ്തതാണ് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന I3- അല്ലേ, അങ്ങനെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ I3- ഇപ്പോൾ സെൻട്രൽ ആറ്റമിൻ്റെ ചുറ്റിനുമുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റിനും 1, 2, 3, 4 എണ്ണം ഉണ്ടായിരുന്നില്ലേ, 4 അല്ല 3 എണ്ണം. ഇതും കൂടി വേണ്ടേ. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് SN എത്രയാണ് ഇതിൻ്റെ കേസിൽ? SN = 1, 2, 3, 4, 5. I3- കേസാണ്. ഇതിൽ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ വന്നിരിക്കുന്നത് ഈ മൈനസ് ചാർജിൽ നിന്നാണ്. കാരണം അയോഡിന് ചുറ്റിനും 7 ഇലക്ട്രോണേ ഉള്ളൂ. 1, 2, 3, 4, 5, 6, 7. ഇതും കൂടി കൂട്ടുമ്പോഴാണ് 8 ആവുന്നത്. അപ്പോൾ SN എന്ന് പറയുന്നത് എത്രയാണ്? 1, 2, 3, ഈ ഒരു ബോണ്ട് 4, 5 വന്നിരിക്കുന്നത്. ആൻഡ് 5 ക്യാൻ ബി ഒന്നല്ലെങ്കിൽ ട്രയഗണൽ ബൈ പിരമിഡൽ ഓർ ഇറ്റ് ക്യാൻ ബി സ്ക്വയർ പിരമിഡൽ. ഓക്കെ, ഈ കേസിൽ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കാം, അയോഡിൻ. ഓക്കെ, അപ്പോൾ 2 ലോൺ പെയർ ഇങ്ങനെയും 1 ലോൺ പെയർ ഇങ്ങനെയായിട്ട് 2 ബോണ്ടും. അപ്പോൾ ഇത് ലൈക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത്? അതിരിക്കുന്നത് ട്രയഗണൽ ബൈ പിരമിഡൽ പോലെയാണ് അല്ലേ. TBPY ട്രയഗണൽ ബൈ പിരമിഡലാണ്. സ്ക്വയർ പിരമിഡൽ പോലെയുള്ള ചാൻസ് ഇതിനില്ല. സ്ക്വയർ പിരമിഡൽ പോലെ ആവണമെങ്കിൽ ഇപ്പോൾ ഇതിന് ചാൻസ് കുറവാണ്. അതിന് ഇങ്ങനെ 4 ഗ്രൂപ്പ് വേണം വിത്ത് സംതിങ്, ലോൺ പെയർ ആയാലും എന്തെങ്കിലും ആയാലും ഓൺ ടോപ്പ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിവിടെ ചാൻസ് ഇല്ല. അപ്പം TBPY ആണ് എന്തിൻ്റെ കേസിൽ? I3- കേസിൽ. ഇനി ഈ ഒരു കേസ് തന്നെ നോക്കാം, ദാറ്റ് ഇസ് I പുറത്ത് വരയ്ക്കാം. ലീനിയറായിട്ട് ഞാൻ വരച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വരച്ചിട്ടില്ലെന്നല്ല, ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ സാധാ ഒരു അയോഡിന് ചുറ്റിനുമാണെങ്കിൽ 1 ലോൺ പെയർ, 1 പെയർ, പിന്നെ 1, 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ട്. പക്ഷേ ഈ കേസിൽ ഏതാണ് നമ്മുടെ I+ വരുമ്പോൾ ഈ ഒരു ഇലക്ട്രോൺ അങ്ങ് പോകും. ഈ ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ ബാക്കി എത്രയാണ് SN വരുന്നത്? SN വിൽ ബി 1, 2, 3 and 4. 4 ആണ് വരുന്നത്. 4 വരുമ്പോൾ അവിടുത്തെ ജോമെട്രി വരുന്നത് ടെട്രാഹിഡ്രലാണ്. ഓക്കെ, സോ I3+ വരുന്നത് ടെട്രാഹിഡ്രലും I3- വരുന്നത് ട്രൈഗണൽ ബൈ പിരമിഡൽ. അപ്പോൾ ആ ഓപ്ഷൻ ഏതാന്ന് നോക്കിയാൽ ആദ്യം I3+ പിന്നെ I3- ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടെട്രാഹിഡ്രലുണ്ട്, ടെട്രാഹിഡ്രൽ ആൻഡ് ടെട്രാഹിഡ്രൽ അല്ല, ടെട്രാഹിഡ്രൽ ആൻഡ് ട്രൈഗണൽ ബൈ പിരമിഡൽ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ 3.
അടുത്തത് 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ചോദിച്ചിരിക്കുന്നത് നോൺ ലീനിയർ ആൻഡ് ഐസോ സ്ട്രക്ചറൽ പെയർ ഇസ്. ഈ രണ്ടെണ്ണത്തിൽ നിന്നും നോൺ ലീനിയർ ആൻഡ് ഐസോ സ്ട്രക്ചറൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് വെച്ചിട്ട് നമുക്കറിയാം എന്താണ് I3+, അല്ലേ? I3+ എന്ന് പറയുന്നത് ലീനിയർ ആണ്. അപ്പോൾ അതുള്ള ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, വേണമെങ്കിൽ അല്ല അവോയ്ഡ് ചെയ്യാം. I3+ അല്ല, സോറി, I3- നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ആദ്യം നമുക്ക് SCl2 നോക്കാം. സൾഫറിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3, 4, 5, 6. അപ്പോൾ ക്ലോറിനാറ്റം. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് SCl, ഈ വാട്ടർ മോളിക്യൂള് പോലെ, വാട്ടറും സൾഫറും മീൻസ് ലൈക്ക് ഓക്സിജൻ്റെ ഇരിക്കണ പോലെ തന്നെയുള്ളൊരു അറേഞ്ച്മെൻ്റാണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ലോൺ പെയർ ഇങ്ങനെ വന്ന് ഇരിക്കുന്നു. ഓക്കെ, ഇതിന് SN വെച്ചിട്ട് പറയേണ്ട കാര്യമല്ല, കാരണം ഇതിൽ SN വെച്ച് നോക്കുവാണെങ്കിൽ അത് നോൺ ലീനിയർ ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ I3- എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കുറച്ച് മുമ്പാണ് പറഞ്ഞത് അത് ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചറാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നോൺ ലീനിയർ ആവണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ജോമെട്രിയാണ്, അല്ലാതെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കൂ. ഇത് ലീനിയർ അല്ലേ, അതാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അല്ലേ? അതുപോലെ ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ഇത് 4 എണ്ണം ഉള്ളതുകൊണ്ട് ടെട്രാഹീഡ്രൽ ആകാം. പക്ഷേ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇപ്പോൾ വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ അത് ബെൻഡാണ്, അല്ലേ? ഇതും ചിലപ്പോൾ ഒരു ബെൻഡ് സ്ട്രക്ചർ പോലെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോൺ ലീനിയർ ആണ്, നോൺ ലീനിയർ ആണ്. ഓക്കെ, ഇനി അടുത്തതിൻ്റെ കേസ് നമുക്ക് I3+ നോക്കാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ നോക്കിയതാണ് I, അല്ലേ? അപ്പോൾ ഇതിന് ചുറ്റിനുമാണെങ്കിൽ 2 ലോൺ പെയർ ഉണ്ട്. ഓക്കെ, ഇനി ഈ അറേഞ്ച്മെൻറ്റ് ഇത് ലീനിയർ അല്ല, ഇറ്റ് ഇസ് നോട്ട് ലീനിയർ, പക്ഷേ ഇത് ലീനിയർ ആയിരുന്നു, അല്ലേ? ഇതിൻ്റെ എങ്ങനെയായിരുന്നു അറേഞ്ച്മെൻറ്റ്? ഇവിടെയും ഇങ്ങനെ, അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനത്തെ പൊസിഷനിൽ, ഇക്വിറ്റോറിയൽ പൊസിഷൻസിൽ ഒരു ട്രയഗണൽ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ 3 പ്ലെയിൻ ഇക്വിറ്റോറിയൽ പൊസിഷൻ. അപ്പോൾ റിപ്പൽഷൻ ഇല്ലാതെ 3 ലോൺ പെയറും അങ്ങനെ ഇരുന്നോളൂ. പക്ഷേ ഇതിനെ ഒന്ന് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ I ഇതിൻ്റെ 2 ലോൺ പെയർ നമ്മൾ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ, അത് പോയതല്ലേ, I3+ ആയപ്പോഴത്തേനും അത് പോയതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ കരുതണം. ഏതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 2 ലോൺ പെയർസ് കാരണം ഇവിടെ ഒരു എന്താ പറയുക റിപ്പൾഷൻ വന്നിട്ട് ഇതിനെ രണ്ടിനെയും ഇത് I. അപ്പോൾ ഈ 2 ലോൺ പെയർസിൻ്റെ റിപ്പൾഷൻ കാരണം ഈ ബോണ്ടുകൾ ഇങ്ങോട്ട് ബെൻഡ് ആവുന്നു എന്നുള്ള കൺസെപ്റ്റ്. അതായത് ഈ 2 ലോൺ പെയറിൻ്റെ റിപ്പൾഷൻ കാരണം ഈ ബോണ്ട് സ്ട്രെയിറ്റ് അല്ല, പകരം ഇങ്ങനെയാണ് അതും ഇരിക്കുന്നത്. കൺസിഡർ ചെയ്യണം, മനസ്സിലാക്കിയാൽ മതി. അതായത് ഇവിടെ ലോൺ പെയർസ് ഉള്ളത് കൊണ്ട് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ അത് കാരണം ഇത് ഇങ്ങനെ വന്നു. ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും എങ്ങനെ ഇരിക്കുന്നത്? നോൺ ലീനിയർ ആണ്, അല്ലേ? I3+ൻ്റെയും നോൺ ലീനിയർ ആണ്. ഇതിൻ്റെ ഷേപ്പും ഒരേപോലെയുമാണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് കിട്ടി, ദാറ്റ് ഇസ് SCl2 ആൻഡ് I3- രണ്ടും നോൺ ലീനിയർ ആണ്. അതുപോലെ തന്നെ ഐസോ സ്ട്രക്ചറലുമാണ്, കാണാനും ഒരുപോലെ തന്നെ ഉണ്ട്. നമുക്ക് മനസ്സിലായതാണ് ഇതിന്. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ ഏതാണ് അത് മാത്രം നോക്കിയാൽ മതി. I3- അല്ല, I3+. I3+ഉം SCl2ഉം വരുന്നത് ഓപ്ഷൻ 2 ആണ് അതിൻ്റെ ആൻസർ. നമുക്ക് ClF2- കൂടി നോക്കാം. ClF2-. അപ്പോൾ Cl നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1, 2, 3, 4, 5, 6, 7 ഈ എക്സ്ട്രാ ഫ്ലൂറിൻ്റെ മൈനസും. അപ്പോൾ പക്ഷേ 2 ഫ്ലൂറിനെ നമുക്കുള്ളൂ. അപ്പോൾ
ഇതൊരു ലോൺ പെയർ, ഇതൊരു ലോൺ പെയർ, ഇതൊരു ലോൺ പെയർ അല്ലേ. അപ്പോൾ SN = 5ൻ്റെ അനുസരിച്ച് ഇതിനൊരു ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആയിരിക്കും. അപ്പോൾ ബെസ്റ്റ് ആയിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് CL F എന്നിട്ട് ലോൺ പെയർ ലോൺ പെയർ ലോൺ പെയർ. ഇതാകുമ്പോഴത്തേനും മാക്സിമം ഇതും ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസും കൂടിയല്ലേ ഫ്ലൂറിൻ. അപ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഇക്വറ്റോറിയൽ പൊസിഷനിലായിരിക്കുമ്പോഴത്തേനും റിപ്പൾഷൻ കുറവുമാണ്. ഫ്ലൂറിനായിട്ട് ആക്സിയൽ ബോൺസിൽ ലെങ്തിയർ ബോണ്ടായിട്ട് ഇരുന്നോളുകയും ചെയ്യും. അപ്പോൾ ഇതെന്താണ്, ഇത് ലീനിയർ ആണ് അല്ലേ. അപ്പോൾ I3 മൈനസ് ആൻഡ് ClF2 മൈനസ്, ഇത് ClF2 മൈനസ്, ഇത് രണ്ടും ലീനിയർ ആണ്. പക്ഷേ നമുക്ക് വേണ്ടത് നോൺ ലീനിയർ ആൻഡ് ഐസോ സ്ട്രക്ചറൽ. അതിൻ്റെ എക്സാമ്പിളാണ് SCl2 ആൻഡ് I3+. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ അതായത് SbPH5 ആൻഡ് PPH5 രണ്ടിൻ്റെയും സ്ട്രക്ചേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും തന്നെ SN ദാറ്റ് ഇസ് സ്റ്റെറിക് ഫാക്ടർ 5 ആണ്. PPH5ൻ്റെ നോക്കാനാണെങ്കിൽ അതിന് 5 വാലൻസ് ഇലക്ട്രോണാണുള്ളത്. സെയിം തന്നെയാണ് SBയും അതേ ഗ്രൂപ്പിൽ തന്നെയാണ്. അപ്പോൾ അതിനും 5 വാലൻസ് ഇലക്ട്രോണാണുള്ളത്. ഓരോന്നിലേക്കും ഓരോ PH ഗ്രൂപ്പ്സ് ജോയിൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ SN5 ആണെങ്കിൽ അവിടെ 2 ചാൻസ് നമ്മൾ പറഞ്ഞു, ഒന്ന് ട്രയഗണൽ ബൈപിരമിഡലും ഒന്ന് സ്ക്വയർ പിരമിഡലും ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് SB എന്ന് പറയുന്നത് കുറേയും കൂടി ഗ്രൂപ്പിൻ്റെ എന്താ പറയുക ഡൗൺ ദ ഗ്രൂപ്പാണ്. ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ അത് കുറേയും കൂടി ലാർജറാണ്. ലാർജർ ആയിട്ടിരിക്കുമ്പോൾ അത് പ്രിഫർ ചെയ്യുന്നത് സ്ക്വയർ പിരമിഡലാണ്. ഓക്കെ, അപ്പോൾ കുറേയും കൂടി സ്പേസ് അതിനുണ്ട്. അപ്പോൾ സ്ക്വയർ പിരമിഡലാണ് ലാർജർ ആറ്റം പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ SB PH 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 സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ഇരിക്കുന്നത്. ഓക്കെ, ആ ലാസ്റ്റ് വരച്ച ഇത് നമുക്ക് വരയ്ക്കണമെന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്ര മതി. ഇനി അങ്ങനെയാണെങ്കിൽ ഫോസ്ഫറസ് PPH5 എന്തായാലും അപ്പർ അല്ലേ, ഡൗൺ ദ ഗ്രൂപ്പ് അല്ല, പൊക്കത്താണ്. അപ്പോൾ ഫോസ്ഫറസിൻ്റെ എന്തായാലും PH 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 ട്രയഗണൽ ബൈപിരമിഡൽ. അപ്പോൾ SbPH5 എന്താണ്, സ്ക്വയറും ഇത് ട്രയഗണലും. അപ്പോൾ സ്ക്വയർ പിരമിഡലും ട്രയഗണൽ ബൈപിരമിഡലും. ഇതാണ് നമ്മുടെ ആൻസർ 3. അടുത്ത ക്വസ്റ്റ്യൻ XeF2ൻ്റെയും XeO2F2ൻ്റെയും സ്ട്രക്ചേഴ്സ് എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബെൻഡ്, ലീനിയർ, സീസോ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ചോദിക്കുന്നത് ഷേപ്പാണ് റാദർ ദാൻ ജോമെട്രി. ഓക്കെ, അപ്പോൾ XeF2 നമ്മൾ എഴുതും. ഇപ്പോൾ സിനോണിൻ്റെ നമുക്കറിയാം XeF2 എന്നാണെങ്കിൽ സിനോണിൻ്റെ ഓരോ സമയത്ത് നമ്മളിങ്ങനെ വരയ്ക്കണം എന്നില്ല, കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ F2 ഈ 2 ഇത് F എടുത്തു എന്ന് വിചാരിക്കാം, ബാക്കി 3 എണ്ണം അല്ലേ. അപ്പോൾ സ്റ്റെറിക് നമ്പർ 5 ആണെങ്കിൽ TbPy അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കാം. അപ്പോൾ ഫ്ലൂറിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതിൻ്റെ കേസാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്, കുറച്ച് മുമ്പ് പഠിച്ച ClF2ൻ്റെ കേസിൽ അത് ഇങ്ങനെ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് നമ്മൾ കണ്ടില്ലേ. അതുപോലെ തന്നെ XeF ഒരു ലോൺ പെയർ ഇവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ, അങ്ങനെ ഇരിക്കുന്നത് ട്രയഗണൽ ബൈപിരമിഡൽ. ഇനി
ഇത് മാക്സിമം ഇപ്പോൾ ലോൺ പെയർ ആണെങ്കിലും ഇക്വിറ്റോറിയൽ പൊസിഷനാണ്, റിപ്പൾഷൻ കുറവായിട്ടിരിക്കുകയാണ്. ഫ്ലൂറിൻ ആക്സിയൽ പൊസിഷൻസിലാണ്, മാക്സിമം ഡിസ്റ്റൻസിലായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ലോൺ പെയർ നോക്കാതെ പറയുന്ന ഷേപ്പ് എന്താണ്, അതാണ് അതിൻ്റെ ഷേപ്പ്. ഇത് നോക്കൂ, എന്താണ് ഷേപ്പ്? ലീനിയർ ഷേപ്പ് അല്ലേ. അപ്പം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ബെൻഡും ടെട്രാഹിഡ്രലും ബെൻഡും സീസോയും അവോയ്ഡ് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ ലീനിയർ സ്ക്വയർ പ്ലെയിനാറും ലീനിയർ സീസോയും. അപ്പോൾ XeO(F2)ൻ്റെ എടുക്കണം. XeO(F2) എന്ന് പറയുമ്പോൾ 1 2 3 4. ഇത് ഫ്ലൂറിൻ എടുത്തു, ഇത് 2 ഓക്സിജൻ എടുത്തു, പിന്നെ എന്താ ഉള്ളത്? ഒരു SN അല്ലേ. അപ്പോൾ ഇതിൻ്റെ SN എത്രയാണ്? 5 തന്നെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ആ രീതിയിൽ വരച്ചാൽ ദാറ്റ് ഇസ് Xe ഫ്ലൂറിൻ ഡബിൾ ബോണ്ടോ ഇവിടെ ലോൺ പെയർ എന്നുള്ള രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഇവിടെ ലോൺ പെയറുകൾ മാത്രമായിരുന്നത് കൊണ്ടാണ് അതിൻ്റെ ഷേപ്പ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഷേപ്പിന് നമ്മൾ ലോൺ പെയർ പറയത്തില്ല, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ ഇവിടെ ലോൺ പെയർ മാത്രമല്ല, ആറ്റംസും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ലോൺ പെയർ ഈ ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷനൊക്കെ കാരണം, ഇവർ തമ്മിൽ റിപ്പൾഷൻ കാരണം ഈ ബോണ്ട് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ദിസ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് Xe, ഇതിനെ നമ്മൾ ചെറുതായിട്ട് F ഡബിൾ ബോണ്ടോ F എന്നും ഇപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ ആയിട്ടുമാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊരു സീസോ സ്ട്രക്ചർ എന്ന് പറയാം. എങ്ങനെയായാലും ഇതൊരു പിന്നെ വരാൻ ചാൻസ് ഏതാണ്? സ്ക്വയർ പ്ലെയിനാറിൽ എന്തായാലും ഇങ്ങനെ ഒരു പൊസിഷൻ ആയിരിക്കണം. എന്തായാലും 1 2 3 4 ആറ്റംസ് ഒരു സൈഡിലേക്ക് 4 ആറ്റം വരുമ്പോൾ അതെന്തായാലും സ്ക്വയർ പ്ലെയിനാർ അല്ല. പിന്നെ സീസോ, ഇപ്പോൾ ഇതിന് ഒരു പിവറ്റൽ പോയിന്റ് അല്ലേ. ഇപ്പോൾ സീസോ ഇരിക്കുന്നതിൻ്റെ ഇങ്ങനെ സെൻട്രൽ പോയിന്റ് ഒരു സൈഡിലേക്കും വേറെ സൈഡിലേക്കും അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സീസോ എന്ന് വിളിക്കും. ഇത് സീസോ ലൈക്ക് ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്ക്വയർ പ്ലെയിനാർ അല്ല, അപ്പോൾ ലീനിയർ ആണ് Xe(F2). അപ്പോൾ XeO2 എന്ന് പറയുന്നത് സീസോ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് ഷേപ്പ് ഓഫ് TeF5- അയോൺ ഓൺ ദ ബേസിസ് ഓഫ് PSEPR തിയറി എന്താണ്? ഓക്കെ, TeF5-. ടെല്ലൂറിയം ഓക്സിജൻ്റെ അതേ ഗ്രൂപ്പിലാണ്. അപ്പോൾ ടെല്ലൂറിയത്തിലും എത്രയാണ്? 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാകും. അതുകൂടാതെ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ 5 ഫ്ലൂറിൻ ഇതാണുള്ളത്. അപ്പോൾ ഒരു ഫ്ലൂറിൻ 2 3 4 5. അപ്പോൾ എന്താണ് അവിടുത്തെ SN? സ്റ്റെറിക് നമ്പർ ഇസ് ഈക്വൽ ടു 1 2 3 4 5 6. 6 വരുന്നുണ്ടെങ്കിൽ 6 നമ്മൾ നോക്കിയില്ലായിരുന്നു, എന്നാലും ഒരു ഒക്ടാഹിഡ്രലാണ്. 7ഉം 6ഉം 6 വന്നാൽ ഒക്ടാഹിഡ്രലും, SN 7 വന്നു കഴിഞ്ഞാൽ അതൊരു പെൻഡഗണൽ ബൈപിരമിഡലാണ്. അതായത് ഇവിടെ ഒരു പ്ലെയിനിൽ 5 എണ്ണവും പൊക്കത്തും താഴെ ആയിട്ട് 2 എണ്ണം, അതാണ് പെൻഡഗണൽ ബൈപിരമിഡ്. ഇത് ഒക്ടാഹിഡ്രലാണ് നമ്മുടെ കേസിൽ. അത് വന്നിരിക്കുന്നത് ജോമെട്രി ആണ് ഒക്ടാഹിഡ്രൽ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഷേപ്പ് എന്താണെന്നാണ്. അപ്പം നമ്മൾ അതിനെ വരയ്ക്കും, ഒക്ടാഹിഡ്രൽ പോലെ വരയ്ക്കാം. ആദ്യം TeF വരെ വരച്ചു അല്ലേ. ബാക്കിയുള്ള ഒരെണ്ണം ലോൺ പെയർ. അപ്പോൾ ലോൺ പെയറിനെ അവോയ്ഡ് ചെയ്ത് കിട്ടുന്നതാണ് ഷേപ്പ് എങ്കിൽ ഇതെന്ത് ഷേപ്പായിരിക്കും? ഈ ഷേപ്പ് ഇതിനെ നമ്മൾ നോക്കുന്നില്ല. ഇതിനെ നോക്കാതെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു സ്ക്വയർ പിരമിഡൽ. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? 2 സ്ക്വയർ പിരമിഡൽ.
സ്ക്വയർ പിരമിഡൽ ഇസ് അവർ ആൻസർ. ഇത് 2017 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം XCF5 നോക്കാം അല്ലേ. XCF5 മൈനസ്. അപ്പോൾ XCF5 മൈനസ് എന്ന് പറയുമ്പോൾ XC നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ മൈനസിൻ്റെയും കൂടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 5 ഫ്ലൂറിനും ഉണ്ട്, നമുക്ക് 2 ലോൺ പെയറും ഉണ്ട്. അപ്പോൾ SN എത്രയാണ്? 7. SN 7 ആണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ജോമെട്രി വിൽ ബി എന്താണ്? പെൻഡഗണൽ ബൈപിരമിഡൽ ആയിരിക്കും. അപ്പോൾ പെൻഡഗണൽ ബൈപിരമിഡലിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ കേസിൽ XC ഫ്ലൂറിൻ 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 ഫ്ലൂറിൻ. അപ്പോൾ ഇതൊരു പെൻഡഗൺ ഷേപ്പ് പോലെയല്ലേ ഇരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മുടെ ലോൺ പെയർ ഇത് പ്ലെയിൻ ആണ്. പെൻഡഗൺ അവിടെ പ്ലെയിൻ ആണ്. അപ്പോൾ പൊക്കത്ത് ഒരു സെറ്റ് ലോൺ പെയറും അതുപോലെ തന്നെ താഴത്തേക്കും ലോൺ പെയർ. നമ്മൾ ഇതുവരെ വരച്ച ട്രൈഗണൽ ബൈപിരമിഡൽ ആയാലും എല്ലാത്തിലും തന്നെ ട്രൈഗണൽ എന്ന് പറയുന്നത് പ്ലെയിനാറും ബൈപിരമിഡൽ പൊക്കത്തും താഴെ, സ്ക്വയർ പ്ലെയിനാറ് സ്ക്വയർ പിരമിഡൽ. അതുപോലെ തന്നെ പെൻഡഗൺ പിരമിഡൽ, പൊക്കത്ത് 2 എണ്ണം താഴെ 2 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് പറയുമ്പോൾ ലോൺ പെയർ നമ്മൾ നോക്കുമോ? ഇല്ല. ഷേപ്പ് പറയുമ്പോൾ ലോൺ പെയർ നോക്കാത്തത് കൊണ്ട് അതിൻ്റെ ഷേപ്പ് എന്താണ്? പെൻഡഗണുമാണ്, അതൊരു പ്ലെയിനാറുമാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പെൻഡഗണൽ പ്ലെയിനാർ ഷേപ്പാണ് നമ്മുടെ XCF5 മൈനസിനുള്ളത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ഏതാണ് നമ്മൾ പറയുന്നത്? BRF5 മൈനസ് ഇല്ല, BRF5. അപ്പോൾ ഈ BRF5 എന്ന് പറയുന്നത് നേരത്തെ പോലെ ഹാലജൻ അല്ലേ. ഹാലജൻ എടുക്കുക. ഹാലജനാണെങ്കിൽ ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ടാകും, കൂടുതലല്ല 7 ഇലക്ട്രോൺ. അപ്പോൾ 1 2 3 4 5 അല്ലേ. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇതിൻ്റെ SN എന്താണ്? SN 6 ആണ്. 1 2 3 4 5 6. SN 6 ആണെങ്കിൽ അത് ഒക്ടാഹെഡ്രൽ പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ കണ്ട TeF5 മൈനസ് പോലെ തന്നെ ആയിരിക്കും ഇത്. BR F F F F F and there is a lone pair here. And ഇതിൻ്റെ ഷേപ്പ് എന്താണെന്നാണ് നമ്മൾ കണ്ടത്? ദാറ്റ് ഇസ് സ്ക്വയർ ആൻഡ് വിത്ത് എ പിരമിഡൽ, സ്ക്വയർ പിരമിഡൽ. ഓക്കെ, ഇതിൻ്റെ ജോമെട്രി ആയിരുന്നെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ ആയേനെ. ഇതിൻ്റെ ജോമെട്രി ആണെങ്കിൽ ഒക്ടാഹിഡ്രൽ ആയേനെ. ഇതിൻ്റെ ഷേപ്പ് പെൻഡഗണൽ പ്ലെയിനാർ, ഇതിൻ്റെ ഷേപ്പ് സ്ക്വയർ പിരമിഡൽ. അപ്പോൾ പെൻഡഗണൽ പ്ലെയിനാർ വരുന്ന ആദ്യം ചോദിച്ചിരിക്കുന്നത് XCF5 അല്ലേ. ഓക്കെ, പെൻഡഗണൽ പ്ലെയിനാറും അതുപോലെ തന്നെ പെൻഡഗണൽ പ്ലെയിനാറും സ്ക്വയർ പിരമിഡലും വന്നേക്കുന്ന ഓപ്ഷൻ 1 ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 2017 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതും ഷേപ്പിനെ പറ്റിയാണ്. അപ്പോൾ ഇതിലും നമുക്ക് 3 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ദാറ്റ് ഇസ് ഇപ്പോൾ CL നമുക്ക് നോക്കാം. O ഇപ്പോൾ ക്ലോറിന് ചുറ്റിനും എത്രയുണ്ട്? 7 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 7ാമത്തതും അതിൻ്റെ കൂടെ തന്നെ ഈ എക്സ്ട്രാ വന്നിരിക്കുന്ന ഈ ഇലക്ട്രോണും കൂടി കൂട്ടുമ്പോൾ 1 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കും? SN എന്താണ്? SN 4 ആണ്.
SN4 ആണ് അല്ലേ. SN4 ആകുമ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ടെട്രാഹിഡ്രൽ ജോമെട്രി ആണ് ടെട്രാഹിഡ്രൽ. അപ്പോൾ അതിനെങ്ങനെ അറേഞ്ച് ചെയ്യാം? Cl O O O വിത്ത് എ ലോൺ പെയർ. ഓക്കെ, അപ്പോഴാണ് ടെട്രാഹിഡ്രൽ ആവുന്നത്. പക്ഷേ ഷേപ്പ് നോക്കുമ്പോഴത്തേനും നമ്മൾ ലോൺ പെയറിനെ നോക്കത്തില്ല. അപ്പോൾ ഇത് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിരമിഡൽ ഷേപ്പാണ്. അതിങ്ങനെ വരയ്ക്കേണ്ട, അപ്പോൾ ClO3 മൈനസിന് ട്രയഗണൽ പിരമിഡൽ ഷേപ്പാണ്. അപ്പോൾ ClO3 മൈനസ് വന്നിരിക്കുന്നത് ഇതിനുമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും അവോയ്ഡ് ചെയ്യാം. XCO3 ആൻഡ് SO3നെ അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് SO3 നോക്കണം, XCO3 നോക്കണം. എന്തായാലും 3 നോക്കണം. എന്നാലും ഓപ്ഷൻസ് 2 നമ്മൾ അവോയ്ഡ് ചെയ്തു. ഇനി XCO3 അല്ലേ. XCO3 എന്തായാലും ചുറ്റിനും 8 ഉണ്ട്. അപ്പോൾ 1 2 3, അപ്പോൾ എത്ര സെറ്റ്? 3 പെയർ അല്ലേ. അതായത് 6 പോയിട്ടുള്ളത്. ബാക്കി എത്രയുണ്ട്? ഒരു ലോൺ പെയറും കൂടി ഉണ്ട് ഇതിൻ്റെ കേസിൽ അല്ലേ, XCO3യുടെ കേസിൽ. ഓക്കെ, അപ്പോൾ XCO3യുടെ കേസിൽ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ 1 2 3 4 5 6 7 8 3 ഓക്സിജനേ വന്നിട്ടുള്ളൂ. ബാക്കി 2 ഉണ്ട്. അപ്പോൾ എഗെയിൻ അതിൻ്റെ ഷേപ്പും ഇങ്ങനെ തന്നെ ആയിരിക്കും. XCOO വിത്ത് എ ലോൺ പെയർ. അതും പിരമിഡൽ ഷേപ്പാണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഇസ് ClO3 ആൻഡ് XCO3. എന്നാലും നമുക്ക് SO3യും കൂടി ഒന്ന് നോക്കാം. SO3 എന്ന് പറയുമ്പോൾ സൾഫർ എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ പോലെ 6 ഇലക്ട്രോൺ ആണുള്ളത്. 6 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. Sn = 3. Sn3 ആണെങ്കിൽ അതൊരു ട്രയഗണൽ പ്ലേനാർ പോലത്തെ ജോമെട്രി ആണ്. അപ്പോൾ അതെങ്ങനെ ഇരിക്കുന്നത്? S ഡബിൾ ബോണ്ടോ ആൻഡ് ഇറ്റ് ഇസ് പ്ലേനാർ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പോൾ പിരമിഡലായിട്ട് വരുന്നത് ഈ 2. ഓക്കെ, അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് SnF3യുടെ ജോമെട്രിയും അതുപോലെ തന്നെ XeF2O2ൻ്റെ ജോമെട്രിയും അറിയണം. ഓക്കെ, XeF2O2ൻ്റെ ജോമെട്രി നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടതാണ് അല്ലേ. XeF2O2ൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആക്സിയൽ ബോൺസിൽ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം. മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എപ്പോഴും തന്നെ ആക്സിയൽ പൊസിഷനിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പൾഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയല്ലേ ഇരുന്നത്. ഇതിനെയല്ലേ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ എന്താണ് അതിൻ്റെ റിപ്പൾഷൻ കാരണം ഇത് മാറിയിട്ട് അത് സീസോ ഷേപ്പ് ആകും നമ്മൾ പറഞ്ഞത്. പക്ഷേ ചോദിച്ചിരിക്കുന്നത് ജോമെട്രി, ആൻഡ് ജോമെട്രി ഈസ് ട്രയഗണൽ ബൈപിരമിഡൽ. അപ്പോൾ ട്രയഗണൽ ബൈപിരമിഡൽ ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ 2 നമുക്ക് ഒഴിവാക്കാം. ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് SnF3യുടെ കാര്യം നോക്കാം. SnF3 എന്ന് പറയുമ്പോഴത്തേനും ഇതിൽ ലെസ്സർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റമാണ് സെൻട്രൽ ആറ്റം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആണ് സെൻട്രൽ ആറ്റമായിട്ട് വരുന്നത്. അപ്പോൾ സൾഫറിൻ്റെ ചുറ്റിനും ഒരു F, ബാക്കി 3 ഉപയോഗിച്ച് അത് നൈട്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇത് റഫ് കാൽക്കുലേഷൻ ആണ്. ഇതൊരു കാൽക്കുലേഷൻ പോലെ അനലൈസ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ Sn എന്താണ്? Sn ഇസ് ലൈക്ക് 1 2 3 and 4 അല്ലേ. 4 എന്ന് പറയുമ്പോൾ അത് ടെട്രാഹിഡ്രൽ ആണ്. ടെട്രാഹിഡ്രൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. SF F ആൻഡ് വിത്ത് ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ. ഇതാണ് SnF3യുടെ അറേഞ്ച്മെൻറ്റ് ആൻഡ് ജോമെട്രി, ടെട്രാഹിഡ്രൽ.
സോ വിത്ത് ടെട്രാഹിഡ്രൽ ആൻഡ് ട്രൈഗണൽ ബൈപിരമിഡൽ നമ്മുടെ ഫോർത്താണ് നമ്മുടെ ആൻസർ, അല്ലെങ്കിൽ ഡി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അപ്പോൾ കുറച്ചും കൂടി പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്, കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നമുക്കൊരു വീഡിയോ കൂടി വേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ തറോ ആക്കണം, ഇതിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ തറോ ആക്കണം. അപ്പോൾ ഇതിൽ തന്നെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അടുത്തതിലും നമുക്ക് പഠിക്കാനുള്ളൂ, അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളൂ, വിത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. എല്ലാത്തിലും ഇല്ല, ചില കാര്യങ്ങളിലും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കാര്യം നന്നായിട്ട് നോക്കുക, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്ക് നമുക്ക് ജോമെട്രിയോ ഷേപ്പോ മാറിപ്പോകരുത്. അപ്പോൾ മെയിനായിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക, കൂടെ വേറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യാം. Okay, thank you for listening.